നമസ്കാരം. ജനുവരി മാസം ആരംഭിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിലൂടെയാണ് നാം ഏവരും മുന്നോട്ട് പോകുന്നത്. ജനുവരി മാസവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് ചില ഞെട്ടിക്കുന്ന ഫലങ്ങൾ വന്ന് ചേരുന്ന അല്ലെങ്കിൽ അത്ഭുതകരമായ ചില ഫലങ്ങൾ വന്ന് ചേരുന്ന ഒരു മാസമാണ് ജനുവരി എന്ന് തന്നെ പറയാം. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ സംഭവിക്കുക ചെയ്യും. ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് ജനുവരി മാസം എന്ന് തന്നെ പറയാം. അത്തരത്തിൽ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയമാണ് ജനുവരി മാസം. ഈ സമയം സ്ഥാനോന്നതി പ്രതീക്ഷിക്കുന്നവർക്ക് നിരാശ ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം. അതേപോലെ തന്നെ കരാറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുതുക്കപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പല വസ്തുക്കളും പാരിതോഷികമായി അഥവാ സമ്മാനങ്ങളായി ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് സാധ്യമാകും എന്നത് വാസ്തവം തന്നെയാകുന്നു. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2ാം ഭാവത്തിൽ വ്യാഴം ഉള്ളതിനാൽ സദസ്സുകളിൽ പ്രസംഗിക്കുവാനും അതേപോലെ കീർത്തി നേടുവാനുമുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് ഈ മാസം തന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ധൈര്യത്തോടെ തന്നെ ചെയ്യുക. സാമ്പത്തികപരമായി വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു മാസം കൂടിയാണ് ഇത്. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് താൽക്കാലികമായി വിരാമമാകും എന്ന് തന്നെ പറയാം. എന്നാൽ ചിലവിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുക. ഗുണാനുഭവങ്ങൾ വന്ന് ചേരുന്ന ഒരു മാസം തന്നെയാണ് ഇത്. അതിനാൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ സമയം അത്ഭുതകരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാകുന്നു. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് മാറ്റം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു മാസമാണ് ജനുവരി മാസം എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ ആശ്വാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു മാസം എന്ന പ്രത്യേകതയും ജനുവരി മാസത്തിനുണ്ട്. കൂടാതെ ഈ സമയം ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ പോലും അത് അകന്നു പോകുന്ന ഒരു സമയമാകുന്നു. സാമ്പത്തികമായി ആശ്വസിക്കുവാൻ സാധിക്കും. കടബാധ്യതകളാൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ മനസ്സിലാക്കേണ്ടത്, ഈ സമയം നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. അതിനാൽ തന്നെ കടബാധ്യതകൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇച്ഛാശക്തി വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. അതിനാൽ തന്നെ ഈ സമയം വളരെയധികം ഉന്മേഷത്തോടെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതുമാകുന്നു. കുടുംബകാര്യങ്ങളിൽ കുറച്ചൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകും എങ്കിലും അതെല്ലാം പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് ജനുവരി മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വാർത്തകൾ, സന്തോഷം പകരുന്ന വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. വസ്തു വാങ്ങുവാനുള്ള കാര്യത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. ബുദ്ധിമാന്മാരായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു അവസരമാണ് ജനുവരി എന്ന് മനസ്സിലാക്കുക. കൂടാതെ നിങ്ങളെ വളരെയധികം സഹായിക്കുവാൻ മറ്റു വ്യക്തികൾ, പ്രധാനമായും സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, വീട്ടിൽ നിന്നുമുള്ള വ്യക്തികൾ ഉണ്ടാകും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാകുന്നു. 11-ൽ കുജനും ആദിത്യനും സ്ഥിതി ചെയ്യുകയാൽ സമീപകാലത്തെ പ്രശ്നങ്ങൾ ഒട്ടുമിക്കതും പരിഹരിക്കുവാൻ അഥവാ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വ്യാപാരം വളരെയധികം അഭിവൃദ്ധിപ്പെടാവുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കഴിഞ്ഞ മാസം പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഈ മാസം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സമ്പാദ്യങ്ങൾ അത് നിങ്ങൾക്ക് ഈ സമയം ലഭിക്കാനുള്ള സാധ്യത, അത് അച്ഛൻ്റെ സമ്പാദ്യമാണ് എങ്കിൽ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സഹോദരന്മാരുടെ അല്ലെങ്കിൽ സഹോദരികളുടെ പിന്തുണ ലഭിക്കുന്ന ഒരു സമയമാണ് ഇത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഭൂമിയിൽ നിന്നും ആദായം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു.
നിങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കുകയാണ് എങ്കിൽ അതിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. വീടുകളിൽ പ്രധാനമായും ചില കലഹങ്ങൾ ഉണ്ടാകും എങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികപരമായി പല രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പല വഴികളിലൂടെയും സമ്പത്ത് തേടി വരുന്നതാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അതല്ല വീട്ടുകാരുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടും ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അധിക ചെലവുകൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യം ഈ മാസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അധിക ചെലവ് തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ മാസം നിങ്ങൾക്ക് ശുഭകരമായി തന്നെ മാറും. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അവിട്ടം നക്ഷത്രമാകുന്നു. അവിട്ടം നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്തുന്നതിൽ നിങ്ങൾ വിജയിക്കുന്നതാകുന്നു. മാനസികമായ ഊർജം കർമ്മരംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിക്കുന്നതാകുന്നു. വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായി വിധി നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിശ്വസ്തരായ വ്യക്തികൾ നിങ്ങൾക്കെതിരെ ചില നിലപാടുകൾ കൈക്കൊള്ളുന്നത് വേദനാജനകമായി മാറും. അത്തരത്തിൽ ഒരു സാധ്യത കൂടിയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും പ്രാഗൽഭ്യം തെളിയിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. സമ്മാനങ്ങൾ നേടുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് ഇത്. തൊഴിൽപരമായാണ് എങ്കിൽ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അതായത് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരും എങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശുഭകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. പല വഴികളിലൂടെയും ധനം നിങ്ങളിലേക്ക് വന്നു ചേരാം. എന്നാൽ അധിക ചെലവ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ സമയം അനുകൂലമാണ് എന്ന് ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖം നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ ആദ്യ പകുതി വളരെ ഗുണകരമായി മാറും. എന്നാൽ രണ്ടാം പകുതിയും കുഴപ്പമില്ല എങ്കിൽ പോലും ആദ്യത്തെ പകുതിയുടെ അത്രയും ഗുണങ്ങൾ ലഭിക്കണം എന്നില്ല. സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കടബാധ്യതകൾ കുറയ്ക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. തൊഴിൽ രംഗം നിങ്ങൾക്ക് നവീകരിക്കുവാനോ വിപുലീകരിക്കുവാനോ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെ കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പ്രോത്സാഹനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ വന്നു ചേരുകയും അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ദോഷങ്ങൾ പലതുണ്ട് എങ്കിലും അതെല്ലാം ഈ മാസം തരണം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. അതിനാൽ തന്നെ ഈ സമയം പല കാര്യങ്ങളും ചെയ്ത് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കച്ചവടത്താൽ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ആ കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കുക. എന്നാൽ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കർമ്മരംഗത്ത് ഈ മാസം അല്പം ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ മാസം ജോലിക്കായി ശ്രമങ്ങൾ നടത്തുന്നത് ഉത്തമമാകുന്നു. ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. ഈ മാസം ശുഭകരമായ വാർത്തകൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും വന്ന് ചേരാവുന്നതാകുന്നു. അത്തരത്തിൽ ധനപരമായും അതേപോലെ തന്നെ മാനസികവുമായി വളരെയധികം സന്തോഷം അഥവാ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ചും ജനുവരി മാസം എന്നുകൂടി മനസ്സിലാക്കുക.